ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് എൻ്റെ പുതിയൊരു ഐറ്റമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബോൺസായി എങ്ങനെ ഏറ്റവും ലളിതമായ രീതിയിൽ ചെയ്യാം എന്നതാണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. പല രീതിയിലുള്ള ബോൺസായികളും നിങ്ങൾ കണ്ടിരിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ബോൺസായാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഗതിയിൽ ഒരു അടിയിൽ താഴെയുള്ള മരങ്ങളാണ് ബോൺസായി ചെയ്യാൻ എടുക്കാറ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം എന്നോളം പൊക്കത്ത് തന്നെയുള്ള ഒരു ആൽമരമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഒരു ബോൺസായി ആക്കി മാറ്റാം, നല്ല ആകൃതിയും ഷേപ്പും ഉള്ള ഒരു ബോൺസായി ആക്കി മാറ്റാം എന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ട അത്യാവശ്യം സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് മണലും മണ്ണും ചാണകപ്പൊടിയും പിന്നെ ഒരു നൈഫ്, പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കയറുമാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയർ ഉപയോഗിച്ചാണ് നമ്മളുടെ മനസ്സിൽ കാണുന്ന ഒരു ആകൃതി ഇതിന് കൊടുക്കാൻ കഴിയുന്നത്. ഇത് കറക്റ്റ് ഇതേപോലെ കയറ് ചുറ്റിയെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് വളച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ വേരുകളും തായ്തടികളും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. തായ്തടി നല്ല വണ്ണത്തിലും വേരും നല്ല വണ്ണത്തിലായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നും തൂങ്ങുന്ന ഈ വേരാണ് ശരിക്കും ഇതിന് പ്രായം കാണിക്കുന്നത്. ഇതിൻ്റെ ആകൃതിയും വളരെ വ്യത്യസ്തമാണ്. ഇത് ഏകദേശം ഒരു 8-9 വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് അതേപോലെ 4 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ആൽമരമാണ്. ഇതിൻ്റെ വേര് നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തായ്തടിയിൽ നിന്നും നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു ആകൃതി, ഇതിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു ആകൃതിയാണ്. ഇത് നമ്മൾ വളച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു ആകൃതിയിലേക്ക് ചെയ്യുന്നതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് ഈ മരത്തിന് മുകളിൽ മൊത്തം ചുറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആകൃതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആകൃതി ഈ കയറ് കെട്ടുന്നത്. കയറ് ശരിക്കും നന്നായിട്ട് ഓക്കെ. നമുക്ക് ഇതിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും കയറ് ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് ഇതിനെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു ലവ് ചിഹ്നത്തിൻ്റെ ആകൃതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതേ രീതിയിലാവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു
ഒരു ഭാഗം ഇവിടേക്ക് വളച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗവും വളച്ചിട്ട് ഒരു ലവ് ചിഹ്നത്തിൻ്റെ ആകൃതിയിൽ നമുക്ക് ഈ മരത്തെ മാറ്റിയെടുക്കാവുന്നതാണ്. ഒക്കെ റെഡിയല്ലടാ ജിൻഡു? ഈ ഷേപ്പ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു ഇൻസ്റ്റലേഷൻ ചുറ്റുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ഉദ്ദേശിച്ച ആകൃതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന് റൂട്ട് പ്രൂണിങ് നടത്തിയിട്ട് ചട്ടിയിലേക്ക് മാറ്റുന്നതാണ് കാണിക്കുന്നത്. ഇതിന് മണലും മണ്ണും ഏത് അനുപാതത്തിൽ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. 3:2:1 എന്ന അനുപാതത്തിലാണ് മണ്ണ്, ചാണകപ്പൊടി എന്നിവ എടുക്കേണ്ടത്. അതിന് നമ്മൾ റെഡിയാവുകയാണ് ചട്ടിയിലേക്ക് മാറ്റാനുള്ള. ഓക്കെ, മണ്ണ്, ചാണകപ്പൊടി എന്നിവ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇത് 3 നമ്മൾ എടുക്കുന്നത് 3 കപ്പ് മണലാണ്. ഇതാണ് ഇതിൻ്റെ അനുപാതം. ഈ ഒരു അനുപാതത്തിലാണ് മണ്ണ്, മണല്, ചാണകപ്പൊടി എടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിറയ്ക്കാൻ ഇത്രയും സാധനം മതിയാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി എടുക്കുകയാണ്. ഉള്ളി കൊണ്ടുവച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിതിൻ്റെ റൂട്ട് പ്രൂണിങ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഈ മരം ഫുള്ള് മണ്ണും പോക്കിയിട്ട് ആ ടാപ്പ് നിർത്തുന്നു. ഇതിൻ്റെ 3-1 ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. 3:1 വേര് കട്ട് ചെയ്യണം. കത്തിലുണ്ട എല്ലാ വേരിൻ്റെയും 3:1 പോവുകയാണ്. ഈ ഒരു അനുപാതത്തിൽ നമ്മൾ 3-1 ഭാഗം വേര് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് ചട്ടിയിൽ ആദ്യം കുറച്ച് മണ്ണും മിശ്രിതവും നിറയ്ക്കുക. അതിനുശേഷം വേര് നന്നായിട്ട് ഇതിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഇറക്കി കൊടുക്കുക.
റെഡി ആയിരിക്കുകയാണ്. ഇതിന് അല്പം കൂടി വെള്ളം ഒഴിച്ച് ഓക്കെ, എൻ്റെ ബോൺസായി ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ബോൺസായി ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവ്വം ഈ ബോൺസായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് ദിവസത്തേക്ക് തണലത്താണ് വെക്കേണ്ടത്. കുറഞ്ഞൊരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വെയിലത്തേക്ക് മാറ്റി വെക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ സെറ്റ് ആവുകയുള്ളൂ. ഓക്കെ, താങ്ക്സ്.